ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് വിവോൻ്റെ Y90S എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. അപ്പോൾ അത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളും അതുപോലെ തന്നെ ചെറിയൊരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് അൺബോക്സ് ചെയ്തപ്പം കിട്ടിയത് ഈ ഒരു ബാക്ക് കവറാണ്, ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്താണ് നമ്മുടെ മൊബൈലും കാര്യങ്ങളൊക്കെ വരുന്നത്, ഈ ഒരു പൗച്ചിൻ്റെ അകത്ത്. അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ ഗ്ലാസ് കവർ പോലത്തെ ഒരു സംഭവം കൂടെ അതിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത് ഫോൺ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. സ്പെക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഈ ബോക്സിൻ്റെ മുകളിൽ കമ്പനി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഫോണിൽ പോയി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മേജർ സ്പെക്കും കാര്യങ്ങളൊക്കെ മുഴുവൻ വിവോൻ്റെ സീരീസിൽ വരുന്ന പോലെ തന്നെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ IMEI നമ്പറും സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ അതേ രൂപത്തിലുള്ള ഫോൺ വെക്കുന്ന ആ ഒരു സംഭവം. പിന്നെ ഒരു യൂസർ മാനുവലാണ്, ഒരു വാറണ്ടി കാർഡ് പോലത്തെ വിവോൻ്റെ ഒരു യൂസർ മാനുവൽ. ഇതെന്ന് പറഞ്ഞാൽ ഗൈഡാണ്. ചാർജർ, അതുപോലെ തന്നെ നമ്മുടെ സിം ഇജക്ടർ ടൂള് ഈ ഒരു ഫോണിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. പിന്നെ ചാർജിങ് കേബിള്, അതുപോലെ തന്നെ ചാർജിങ് കേബിൾ എന്ന് പറയുമ്പോൾ C to C അല്ല കേട്ടോ, നമ്മുടെ USB ടൈപ്പാണ് ഇതിൻ്റെ കേബിൾ വരുന്നത്. അപ്പോൾ വിവോൻ്റെ സീരീസൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇതിൽ വരുന്നത് USB ടൈപ്പാണ് ചാർജർ വന്നിട്ടുള്ളത്. കണ്ടല്ലേ, USB ടൈപ്പിൽ അതിൻ്റെ ചാർജറിൻ്റെ അഡാപ്റ്ററും അതുപോലെ തന്നെ കേബിളും നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേബിൾ. കാണുമ്പോൾ ഞാൻ ആദ്യം പെട്ടെന്ന് വിചാരിച്ചു C to C ആണെന്നാണ്, പിന്നെയാണ് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫോണും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച്, അതുപോലെ തന്നെ ഇജക്ടർ ടൂളും കാര്യങ്ങളൊക്കെ വെച്ച് ഫോൺ നമ്മൾ ജസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 5G ആണ് Y90S വരുന്നത്. ഫോൺ കണ്ടില്ലേ, ഇവിടെ നല്ല ഷൈനി ആയിട്ടുള്ളൊരു മോഡലാണ്, കണ്ടില്ലേ, കിഡിലൻ ഫോണ്. അപ്പോൾ ഇതിൻ്റെ റാം വരുന്നത് 8GB ആണ്, അത്യാവശ്യം അടിപൊളി റാമാണ് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 128 ആണ് നമ്മളെടുത്തിട്ടുള്ളത്. പിന്നെ ചാർജിങ്ങിൻ്റെ കപ്പാസിറ്റി പറയുകയാണെങ്കിൽ 6000 mAh ആണ്. നല്ല അടിപൊളി മാസീവ് ബാറ്ററിയാണ് ഇതിന് വന്നിട്ടുള്ളത്. IP4 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒരു ഗിൽറ്റ് ഒരു ഷൈനിങ് ആയിട്ടുള്ളൊരു ഗ്ലോസി ആയിട്ടുള്ളൊരു ഫിനിഷിംഗ് ആണ് വരുന്നത്. ഡുവൽ ക്യാം ആണ് വരുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ലുക്കിൽ തന്നെ നല്ല ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു ഡിസൈനും കാര്യങ്ങളും ബാക്ക് കവറും ബാക്കിൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഒരു കിഡിലനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ 6000 mAh ബാറ്ററി നമ്മൾ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അത് അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചറാണ്. കാരണം ഒരു 2 days ഒക്കെ നമുക്ക് ഈ ഒരു ബാറ്ററി ലാസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഫോൺ ഓപ്പൺ ചെയ്തിട്ട് നമ്മളവിടെ തന്നെ എല്ലാ സംഭവങ്ങളും വെച്ചിട്ട് നമ്മൾ ആൾക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. നമുക്ക് വാങ്ങാൻ പറ്റിയൊരു 5G ഫോൺ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റിയൊരു കിടിലൻ ഫോൺ തന്നെയാണ് ഈ ഒരു ഫോൺ. പിന്നെ NFC കോൺടാക്ട്ലെസ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ടഡ് ആണ്. കണ്ടില്ല, NFC സപ്പോർട്ടും AI-ൻ്റെ ഒരുപാട് ടൂൾസ് നമുക്കിതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. AI ഇറേസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. STS, പിന്നെ IP64, വാട്ടർ റെസിസ്റ്റ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സ്പെക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു അൺബോക്സിങ് ആയിട്ടുള്ളതാണ്. കളർ വേരിയൻറ്റ് കണ്ടില്ല, സൈഡിൽ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2 കളർ വേരിയൻ്റ് ആണ് നമ്മളതിലുള്ളത്. ഫസ്റ്റിലുള്ള ഒരു വേരിയൻ്റ് ആണ്. ഓക്കെ.